ഇപ്പോ ചോദ്യം ചെയ്യല് കഴിഞ്ഞിട്ടില്ല. തല്ലി പറയിപ്പിക്കാനായിരിക്കും. തല്ല് മാത്രോ? നിന്നെ ഇടിച്ചു പിഴിഞ്ഞെടുക്കൽ സമസാറ്. എനിക്കണ്ടോ? സുഖാണോ? തരക്കേടില്ല. സുഖം വേണോ? കിട്ടുവോ? എന്തോന്നടാ ഇതൊക്കെ? ആണക്കേട്. കഥ പറഞ്ഞൊപ്പിക്കാൻ മിടിക്കുക നീ. അത് വിശ്വസിക്കാൻ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. അതൊക്കെ ബുദ്ധിമുട്ടാവും. പറയടി, നീയല്ലേ ആഭരണം എടുത്തത്? അല്ലൊന്ന് ഒരു തവണ ഞാൻ പറഞ്ഞു. ഇനി ഇടിച്ച് പറയിപ്പിക്കാനാണെങ്കിൽ മറിച്ച് പറയാം. മൂക്കത്താണല്ലോ കുണ്ടി. കണ്ണിങ്ങ് ചൂഴ്ന്നെടുക്കും ഞാൻ. വല്ല നടക്കുന്ന കാര്യമുണ്ടെങ്കിൽ പറ സാറേ. ചുമ്മാ പോക്കറ്റടിക്കാരെ പേടിപ്പിക്കുന്ന പോലെ. ഇതിലും വലിയ പെരുമഴ വന്നിട്ട് ഓടെ പിടിച്ചിട്ടില്ല റൂബി. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ആദ്യ ഭർത്താവ് വാസുദേവ പൊതുവാളിനെ നീ കൊന്നു അല്ലേ? കൊന്നു. ശവം എന്ത് ചെയ്തു? തിന്നോ? സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. രണ്ടാം ഭർത്താവ് സജിത്തിനെ നീ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? ശ്രമിച്ചു. എന്തിന്? തിന്നാൻ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അടുത്തതാരാ? മൂന്നാം ഭർത്താവ് പ്രകാശനാണോ? അല്ല പിന്നെ ആരാടി? നീ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തുകാർ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ? മോളെ, നീ എന്നെ സ്കെച്ച് ചെയ്യല്ലടി. ആഭരണങ്ങൾ കട്ടെടുത്തത് നീയല്ലടി? അതെ. എന്തിന്? നിന്റെ 16 അടി നിരത്തിന് പൊന്തലിടാൻ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?